ഹൃദയങ്ങളെല്ലാം കർത്താവിലേക്കൊന്ന് കൊണ്ടുവന്നാട്ടെ. ഇന്ന് പകലിലും ആ കർത്താവിൻ്റെ കൃപകളെ ഓർത്ത് ഈ ഒരു ഞായറാഴ്ച കൂടെ ജീവനോടെ നമ്മളെ കൊണ്ടുവന്ന അവൻ്റെ വലിയ വിശ്വസ്തതയെ ഓർത്ത് നന്ദി പറഞ്ഞു തുടങ്ങി. അധരങ്ങളെല്ലാം തുറന്ന് അധരങ്ങളെ ചലിപ്പിച്ച് ആ കർത്താവിനെ സ്തുതി കരയേറ്റി തുടങ്ങിയാട്ടെ. ഇന്ന് പകലിൽ ആമേൻ അവൻ ആരാധനയ്ക്ക് യോഗ്യനാണെന്നുള്ള ബോധ്യത്തോടുകൂടെ അധരങ്ങളെ തുറന്ന ആ കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങി. വി താങ്ക് യു ജീസസ്. അനേകർ കഴിഞ്ഞ ആഴ്ചയിലും ആമേൻ ഈ ലോകത്ത് നിന്ന് അപ്രതീക്ഷിതമായി മാറ്റപ്പെട്ടു പോയപ്പോഴും അതിൻ്റെ നടുവിൽ ജീവനോടെ എന്നെയും നിങ്ങളെ കൊണ്ടുവന്ന അവിശ്വസ്തതയെ ഓർത്ത് ഇന്നു പകലിലും ആ വിശ്വസ്തനായ കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. വചനത്തിൽ പറയുന്നത് പോലെ അവൻ ചെയ്ത ഉപകാരങ്ങളെ മറക്കാത്തവരായി ആമേൻ അധരങ്ങളെ തുറന്ന് നന്ദി പറഞ്ഞു തുടങ്ങി. ആ കർത്താവിൻ്റെ ഒരു നന്മയെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചവർ ഇന്നു പകലിലും ഒരു മടിയും കൂടാതെ ആ നല്ലവനായ ദൈവത്തിന് സ്തുതികളെ കരയേറ്റി തുടങ്ങി. അല്പസമയം ആധരങ്ങളെല്ലാം തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് പകൽ ആ കർത്താവുമായി ഒന്ന് സംവദിച്ചാട്ടെ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി എന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് പകലിലും അങ്ങയുടെ അസാധാരണമായ സാന്നിധ്യവും അനുഭവിക്കാൻ എന്നെ യോഗ്യനാക്കണേ, എന്നെ യോഗ്യയാക്കി തീർക്കണമേ എന്നൊന്ന് പറഞ്ഞ് ആ സാന്നിധ്യത്തിൽ നിന്നും എന്നെ തടയുന്ന എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഇന്ന് പകലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പാ അതിനെ ഇന്ന് അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ കത്തിച്ചു കളയണേ. അങ്ങയുടെ ആത്മാവിന്റെ അഗ്നിയെ ഇന്ന് പകലിലും എന്റെ മേൽ പകർന്നാട്ട് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇന്ന് പകലിലും ആരാധനയ്ക്കായി ഒന്ന് കടന്നു വന്ന് കർത്തൃദാസിനെ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ആ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട്, ആ കർത്താവ് സ്തുതികൾക്ക് യോഗ്യനായതുകൊണ്ട് ഇന്ന് പകലിലും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അധരങ്ങളെല്ലാം ചലിപ്പിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. കേവലം ചില ഭൗതിക നന്മകൾക്ക് വേണ്ടിയല്ല, എന്റെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് പൂർണ്ണ ബോധ്യത്തോടെ we praise you Jesus, we worship you Lord. അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. പാപത്തിന്റെ ചേറ്റിൽ പട്ടുപോകാമായിരുന്ന എന്നെയും നിങ്ങളെയും ആ വിശ്വസ്തകരം പിടിച്ച് ഉറപ്പുള്ള പാറമേൽ നിർത്തിയത് കൊണ്ടാണ് ഇന്ന് പകലിലും ഒരു മനസ്സോടെ നമ്മൾക്ക് ആരാധിക്കാൻ ഇവിടെ സാഹചര്യം ഉണ്ടായത്. നമ്മളെക്കാൾ കഴിവുള്ളവർ, ശ്രേഷ്ഠർ അനേകർ നമ്മുടെ ചുറ്റിലും ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ നമ്മളെ കണ്ട അഗ്നിജ്വാലയ്ക്കൊത്തുള്ള ആ കണ്ണിനെ ഓർത്ത് ആ കർത്താവിന്റെ കൃപയെ ഓർത്ത് ഇന്നു പകലിൽ നമ്മെ തന്നെ മറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ എത്ര പേർ തയ്യാറാകും? നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ച് ഇന്നു പകൽ ആരാധനയ്ക്കായി നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഒരുക്കുന്നുവെങ്കിൽ ഉറപ്പോടെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മീതെ ഒരു പരിഹാരം തരാൻ എൻ്റെ കർത്താവ് ശക്തൻ. നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കാൻ എൻ്റെ കർത്താവ് സർവശക്തൻ. ആ ഉറപ്പോടുകൂടി അധരങ്ങളെല്ലാം തുറന്ന് ഇന്ന് പകലിലും ആരാധിച്ചു തുടങ്ങി. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ഇന്നു പകലിലും ആ ദൈവത്തെ മാത്രം ആരാധിക്കാം യേശു കർത്താവിനെ.
ഇന്ന് പകലും ആ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ അവൻ ചെയ്ത നന്മകളെ എല്ലാം ഒന്ന് ഓർത്ത്, അവൻ ചെയ്ത കൃപകളെ ഓർത്ത്, അവന്റെ ദയയെ ഓർത്ത് ഇന്ന് പകലും നന്ദിയുള്ള ഹൃദയത്തോടെ ഒന്ന് ആരാധിക്കാൻ തയ്യാറായി. യേശുവേ ആരാധന. ചേർന്ന് പാടിയാ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർക്കുന്നു. ആരാധിക്കാം യേശു കർത്താവിനെ. യേശുവേ ആരാധിക്കാം യേശു കർത്താവ്. നീ എൻ സർവ്വനീതിയും, നീ എൻ സർവ്വനീതിയും ആയിത്തീർന്നതാൽ ഞാൻ പൂർണ്ണനാ. നീ എൻ സർവ്വനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീ എൻ സർവ്വനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ. യേശുവേ ആരാധിക്കാം യേശു കർത്താവിനെ. ഇന്ന് പകലിലും കർത്താവിന്റെ കൃപകളെ ഓർത്താൽ എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും? അവൻ ചെയ്ത വിധങ്ങളെ ഓർത്താൽ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? അതുകൊണ്ട് പാട്ടുകാരൻ എഴുതിയിരിക്കുന്നത് പോലെ നമ്മെ സർവം മറന്ന് അവന്റെ സന്നിധിയിലേക്ക് ഒന്ന് കൊണ്ടുവന്നാണ്. ഓ നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടുന്നു. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനാ. ആരാധിക്കാം യേശു കർത്താവിനെ. ഓ ആരാധിക്കാം യേശു കർത്താവ്. ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തുന്നു. ഓ ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം ഇന്ന് പകലും അവന്റെ കൃപകൾക്കായി. ഓ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഓ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ചേർന്ന് പാടിയേ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഓ
കൃപകൾക്കായി നന്ദി അപ്പ, നിന്റെ കരുതലിനായി നന്ദി അപ്പ. ഞങ്ങളുടെ ഏകജാതനെ ഞങ്ങൾക്ക് വേണ്ടി തന്ന ഞങ്ങളുടെ വലിയ സ്നേഹത്തിനായി, മഹാസ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. ഇന്ന് പകലിലും ആ മഹാസ്നേഹത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നപ്പ. ഇന്ന് പകലിൽ ആമേൻ ഏതെങ്കിലും വ്യക്തികൾക്ക് പറയാൻ കഴിയുമോ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല, ആ കർത്താവ് എനിക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? അവരോട് എനിക്കൊന്ന് പറയാനുണ്ട്. കർത്താവ് ചെയ്ത ഏറ്റവും വലിയ കാര്യം നമ്മൾക്ക് നൽകിയ രക്ഷയാണ്. ഇന്നു പകലിലും ആമേൻ തന്റെ സ്വന്തം പുത്രനെ ഈ താണഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി അയച്ച അവന്റെ വലിയ സ്നേഹത്തെ, ആ രക്ഷയെ ആമേൻ ഈ ഭൂമിയിലെ ധനത്തിന് വാങ്ങാൻ കഴിയാത്ത എന്റെ പാപത്തിന്റെ പരിഹാരത്തെ അയച്ച കർത്താവിന്റെ സ്നേഹത്തെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല, എത്ര പാടിയാലും മതിയാകത്തില്ല. പാപത്തിന്റെ ചേറ്റിൽ അകപ്പെട്ട് മുങ്ങിപ്പോകേണ്ടിയിരുന്ന എന്നെ തന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത ആ കർത്താവിന്റെ സ്നേഹം ഇന്ന് പകലിലും അത് മറക്കാത്തവരുണ്ടെങ്കിൽ ആ കരങ്ങളെല്ലാം ചേർത്തടിച്ച് ആ സ്നേഹവാനായ കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങി. ഇന്ന് പകലിലും ആമേൻ അതിന് പകരമായ കർത്താവിന് ആഗ്രഹം ഒന്നേ ഉള്ളൂ, നമ്മുടെ ആരാധന, നമ്മുടെ ഹൃദയം തുറന്നുള്ള ആരാധന. അങ്ങനെയെങ്കിൽ ആമേൻ ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ആരാധിച്ചാൽ ആമേൻ ഇന്ന് പകലിലും ചിലതിനൊരു വിടുതലുണ്ട്. ആമേൻ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആമേൻ എരിഹോ മതിൽ ആമേൻ ഇസ്രായേൽ ജനത്തിനെതിരായി നിന്നപ്പോൾ അവരുടെ കയ്യിൽ വേറെ ആയുധങ്ങളൊന്നുമില്ലായിരുന്നു. അവരുടെ കയ്യിൽ ഒന്നുണ്ടായിരുന്നു, ആരാധന, ഒരു മനസ്സോടുള്ള ആരാധന. ആമേൻ ആ മതിലിന് ചുറ്റും അവർ ആർപ്പിട്ടപ്പോൾ മതിൽ ആമേൻ ഇടിഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ചിലതിനെ ഇടിക്കാൻ ഇന്ന് പകലിലെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്. ആമേൻ ആമേൻ അതിന് ആമേൻ മുകളിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് പകൽ നിങ്ങളുടെ വിഷയം മാത്രമല്ല, നിങ്ങൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ വിഷയങ്ങൾക്ക് പോലും ഒരു പരിഹാരം ആരാധനയുടെ നടുവിൽ ഉണ്ടാകും. ഇസ്രായേൽ ജനം ഒരു മനസ്സോടെ ഒരുമിച്ച് ആരാധിച്ചപ്പോൾ അത്ഭുതം നടന്നത്. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം ഒരു മനസ്സോടെ ആരാധിക്കുമ്പോൾ ചില ചലനങ്ങൾ ഉണ്ടാകും, ആത്മീക മണ്ഡലത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാകും. ഇന്ന് പകലും അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരുമിച്ച് ചേർന്ന് നമുക്ക് ആ കർത്താവിനെ ശക്തിയോടെ ആരാധിക്കാം. ആ കരങ്ങളെല്ലാം ഒന്ന് ചേർന്ന്
യഹോവയ്ക്കാർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. സംഗീതത്തോടെ വന്നു. കാരണം അവൻ നല്ലവനല്ലോ, നേരത്തുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, നേരത്തുമുള്ളത്. അവൻ നല്ലവനല്ലോ. ഭൂവാസികളെ ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. ഓ ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ. അവനെ വാഴ്ത്തിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ. അവനെ വാഴ്ത്തിടുവിൻ. ഓ ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ. അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ. അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടും. ഭൂവാസികളെ ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. സന്തോഷത്തോടെ പാടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. ഓ സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്. ഓ ആരാധന ആരാധന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന
പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യത്തോടെ ആരാധിച്ച് അവരെ എല്ലാം ചലിപ്പിച്ച് അന്യഭാഷകളിൽ ശക്തിയോടെ ശക്തിയോടെ ചിലതിനെ ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇന്ന് പകൽ ദഹിപ്പിക്കുന്നു. ഇവിടെ ചലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് ആരാധിച്ച് ആരാധിച്ച് ശരീരങ്ങളെല്ലാം ആ പരിശുദ്ധാത്മാവിന്റെ കൈകളിലേക്ക് വിട്ടുകൊടുത്ത് ആരാധിച്ച് We worship you, Lord. അഭിഷേകത്തിന്റെ ഒരു പുതിയ പകർച്ച ഇന്നും പകലിലും ഇവിടെ വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. ആത്മാവിന്റെ അഗ്നിയുടെ ഒരു പുതിയ പകർച്ച ഇന്നും പകലിലും ഇതിന്റെ നടുവിൽ ഇറങ്ങിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഭാഷകളെ ഇന്ന് പകലിൽ ഇതിന്റെ നാടുകൾ അൺലോക്ക് ചെയ്യുന്നു. അല്പസമയം കൂടെ കരങ്ങളെല്ലാം അടിച്ചൊന്ന് ആരാധിച്ച് ഇന്ന് പകലും ആ ദൈവശക്തിയുടെ ഒരു പകർച്ച എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ കരങ്ങളെല്ലാം തട്ടി ഒന്ന് ആരാധിച്ച് We thank you, Jesus. We thank you, Jesus. We worship you, Lord. We worship you, Lord. എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ ചില വിടുതലുകൾ നടന്നിട്ടുണ്ട്, ചില അത്ഭുതങ്ങൾ ദൈവം അയച്ചിട്ടുണ്ട്. ആരാധനയുടെ നടുവിൽ ചലിക്കുന്ന ഒരു പരിശുദ്ധ ആത്മാവ് ഇന്നും ജീവനോടെ ഉണ്ട്. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കിയ ആത്മശക്തി ഇന്ന് പകലിലും അതിന്റെ ശക്തി ചോർന്നു പോയിട്ടില്ല. Oh,